അടുത്തിടെ MDMA കഞ്ചാവ് കേസുകളിൽ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാം മദ്രസയിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. എന്നാൽ പാഠശാലയിൽ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ധാർമ്മികത പോലും മദ്രസയിൽ പോകുന്നുവെന്ന് പറയുന്ന മുസ്ലിങ്ങൾക്കില്ലെന്നത് സമുദായം പരിശോധിക്കേണ്ടതെന്നുമായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം KT ജലീൽ പറഞ്ഞത്. ഈ വാക്കുകൾക്ക് പൂർണ്ണ പിന്തുണയുമായിട്ടാണ് ഇത്തവണ PC ജോർജിന്റെ വരവ്. ജലീൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് താനും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടും പറഞ്ഞതെന്നായിരുന്നു PCയുടെ വാദം. ഫേസ്ബുക്കിലൂടെയുള്ള നേതാവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. പഴയ സിമി പ്രവർത്തകരും മുൻ മന്ത്രിയും MLAയുമായ KT ജലീലിന്റെ ഒരു വീഡിയോ കാണുവാനിടയായി. അയാൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പാലാ രൂപത അധ്യക്ഷൻ കല്ലറങ്ങാട്ട് പിതാവ് കുറച്ചു നാളുകൾക്ക് മുൻപ് പറഞ്ഞത്. ഞാനും കുറെ നാളുകളായി പറയുന്നതും ഇതുതന്നെയാണ്. അതായത് എന്നെ അകത്താക്കാനും ഇല്ലാതാക്കാനും ഇറങ്ങിത്തിരിച്ച രാജ്യദ്രോഹികൾക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ തൃപ്തിയായിട്ടുണ്ട്. ജനങ്ങൾ എന്തൊക്കെ അറിയരുതെന്ന് അവർ ആഗ്രഹിച്ചോ അത് വഴിയെ പോകുന്ന എല്ലാവരും ചർച്ച ചെയ്തു തുടങ്ങി. നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലും കുനിഞ്ഞും നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആരെങ്കിലും നിങ്ങൾക്കെതിരെ നിന്നാൽ അവരെ സംഘടിതമായി ഭീഷണിപ്പെടുത്തി തീർത്തു കളയുന്ന സ്ഥിരം പരിപാടി എൻ്റെ അടുത്ത് നടക്കില്ല. ഞാൻ തൊടുത്തുവിടുന്ന ശരങ്ങൾ ഒന്ന് 100ആയും 100,000ആയും തൊടുക്കാൻ കെൽപ്പുള്ള ഭാരതീയ ജനതാ പാർട്ടിയും സത്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങിയ ഒരു ജനതയും ഇന്ന് കേരളത്തിൽ ഉണ്ട്. എനിക്കും കല്ലറങ്ങോട്ട് പിതാവിനും എതിരെ കേസെടുക്കാൻ ഓടി നടന്ന VD സതീശൻ, SDPI, മുസ്ലിം ലീഗ്, യൂത്ത് കോൺഗ്രസ്, വെൽഫെയർ പാർട്ടി, PDP തുടങ്ങി എല്ലാ പാമ്പും പഴുതാരകളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. KT ജലീലിനെതിരെ ഒരു സമാന പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? സ്വർണ്ണക്കടത്ത് ഒരു ജില്ലയിൽ മാത്രമാണ് കൂടുതലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ഒന്ന് തൊട്ടുനോക്കൂ. ലവ് ജിഹാദ് ഉണ്ടെന്ന് 1.5 പതിറ്റാണ്ട് മുൻപ് പറഞ്ഞ VS ജീവിച്ചിരിപ്പുണ്ട്. കേസ് കൊടുക്ക്. കേരളത്തിലെ ജയിലുകൾ മതിയാകാതെ വരും നിങ്ങൾക്കെന്നായിരുന്നു PC ഫേസ്ബുക്കിൽ കുറിച്ചത്. ലഹരി വസ്തുക്കൾ വിൽക്കുമ്പോഴും കരിയർമാർ ആകുമ്പോഴും പണം ലഭിക്കുന്നു. സ്വർണം കടത്തുന്നതും പണം ലഭിക്കാൻ വേണ്ടിയാണ്. ഇതൊന്നും തെറ്റല്ലെന്നാണ് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നത്. ഇക്കാര്യത്തിൽ മതസംഘടനകളുടെ ഇടപെടൽ നിർബന്ധമായും വേണം. ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക എന്നതാണ് ഇതെല്ലാം തടയാനുള്ള പോംവഴി. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന തെറ്റുകളിൽ നിന്ന് നാം അകന്നു നിന്നേ പറ്റൂ. അത് വളർന്നു വരുന്ന തലമുറയെ നാം പഠിപ്പിക്കണമെന്നാണ് KT ജലീൽ പറഞ്ഞത്. എന്നാൽ ഈ വിഷയം വലിയ രീതിയിൽ വിവാദമായി മാറിയിരിക്കുകയാണിപ്പോൾ. സ്വർണം കടത്തുന്നതിന്റെ പേരിൽ പിടിയിലാകുന്നവരിൽ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടെന്നും സ്വർണ്ണക്കടത്തിൽ നിന്ന് മുസ്ലിങ്ങൾ വിട്ടുനിൽക്കണമെന്നും നേരത്തെ KT ജലീൽ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ മതനേതാക്കൾ ഫത്വ പുറപ്പെടുവിക്കണമെന്ന് ജലീൽ ആവശ്യപ്പെട്ടത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു.